JPC നിലവിൽ ഏറ്റവും ശക്തമായി വന്നതോടുകൂടി നരേന്ദ്രമോദിയുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കുക ദുർഘടം പിടിച്ച കാര്യമായി മാറുന്നു. അതിനേക്കാൾ ഉപരിയായി JPC പ്രിയങ്ക ഗാന്ധി കൂടി എത്തുമ്പോൾ RSSന്റെയും അതുപോലെ BJPയുടെയും രഹസ്യ അജണ്ടകൾ ഒരു രീതിയിലും നടത്താൻ കഴിയുന്നില്ല. ഫാസിസ്റ്റ് സർക്കാർ, അതായത് സംഘപരിവാർ അനുഭാവികളെ വിദ്യാഭ്യാസ മേഖലയിൽ പിൻവാതിലൂടെയും അല്ലാതെയും കൃത്യമായി തിരികെ കയറ്റി വിദ്യാഭ്യാസം തകർക്കുക എന്നത് കൃത്യമായി അവരുടെ ഉദ്ദേശമാണ്. അതിനായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന സീറ്റുകളിലും സംവരണ സീറ്റുകളിലും അതുപോലെ തന്നെ കൃത്യമായും പിന്നാക്ക, ദളിത്, ട്രൈബൽ വിഭാഗത്തിലുള്ളവർക്കും അവർക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ നൽകാതെ അവരെ വേട്ടയാടുന്ന ഒരു സ്വഭാവം ഇവിടെ കാണുകയാണ്. 2014 തൊട്ട് 2023 വരെ മദ്രാസ് IITയിൽ നിയമിതരായ 610 പ്രൊഫസർമാരിൽ 514 പേർ ഉന്നത ജാതിയിൽ ഉള്ളതാണ് എന്നുള്ളതാണ്. ഇവിടെ ഇവരുടെ സനാതന ധർമ്മം, ഇവരുടെ മനുസ്മൃതിയാണ് കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അതിനെ പരസ്യമായി കളിയാക്കിയിട്ട് പറഞ്ഞു, ദാ ഞങ്ങൾ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമുവിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ പരമാവധി ശ്രമങ്ങൾ നടത്തിയത്, നിങ്ങൾ അതാണോ ചെയ്തത്? ഇത്തരത്തിലുള്ള ഒടിഞ്ഞ ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ എന്തിനാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തത്? പുതിയ പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് രാഷ്ട്രപതിയെ മാറ്റി നിർത്താൻ കാണിച്ച ആ വൃത്തികേട് എത്രമാത്രം സങ്കുചിത ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ 10 കൊല്ലത്തിൽ IIT, IIM തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വലിയ തോതിലുള്ള പീഡനം സഹിക്കവയ്യാതെ പിന്നാക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചു പോയത് ഉൾപ്പെടെയുള്ള കണക്കുകൾ പ്രിയങ്ക ഗാന്ധി JPCയുടെ മുന്നിലാകെ വെക്കുകയാണ്. പഠനം ഉപേക്ഷിച്ച രോഹിത് വെമുലെ പോലുള്ള നിരവധി പേർ ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്ത്യയിലുള്ള മൊത്തം IITകളിൽ 81% അധ്യാപകരും ഉന്നത ജാതിയിൽപ്പെട്ടവരാണ് എന്ന് മാത്രമല്ല, ദളിതർക്കും സംവരണ വിഭാഗത്തിലുള്ളവർക്കും കൊടുത്തിരിക്കുന്ന സീറ്റുകൾ വേക്കൻ്റായി കിടക്കുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള കാര്യം. സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ VCമാരിൽ ഉള്ള കണക്കുകൾ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏറെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ്. PhDക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ച കൃത്യമായും PhDക്ക് അംഗീകാരം ലഭിക്കുന്നവരിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു രീതിയിലും സംവരണം അനുവദിക്കാത്ത രീതിയിലുള്ള നയങ്ങൾ എടുക്കുന്നു എന്ന പ്രിയങ്ക ഗാന്ധിയുടെ ചോദ്യം. ഇവിടെയാണ് കോൺഗ്രസ് ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനെ പറ്റി എല്ലാ സംസ്ഥാനങ്ങളിലും അത് കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ BJP അതിന് തടയിടാൻ ശ്രമിക്കുന്നു. BJP വളരെ ചെറിയ ശതമാനം ആളുകളെ പ്രതിനിധീകരിക്കുന്നവരാണ്, അവർ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരല്ല എന്ന് പ്രിയങ്ക ഗാന്ധി അടിവരയിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. അവർ കൃത്യമായി ചാതുർവർണ്ണയത്തിലും മനുസ്മൃതിയിലും വ്യക്തമായി നിലകൊള്ളാൻ നിൽക്കുന്നവരാണ്. അവർക്ക് ഭരണഘടനയോട് പുച്ഛമാണ്, BR അംബേദ്കറോട് പുച്ഛമാണ്. അത് അമിത്ഷാ കൃത്യമായി അദ്ദേഹം പരസ്യപ്പെടുത്തിയ കാര്യം തന്നെയാണെന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നത് കൊണ്ടാണ്. അമിത്ഷാ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് അംബേദ്കറുടെ പേര് വീണ്ടും വീണ്ടും പറയുന്നത്? പകരം ജയ് ശ്രീരാമെന്നോ ഈശ്വരന്റെ നാമമോ വിളിച്ചാൽ സ്വർഗമെങ്കിലും കിട്ടില്ലേ എന്ന പരസ്യ പ്രസ്താവന നടത്തി അതിന്റെ ഉദാഹരണം തന്നെയെന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുമ്പോൾ കൃത്യമായി പ്രിയങ്ക ഗാന്ധി JPCയിൽ ചടുലമായ നീക്കം നടത്തുകയാണ്.